ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സൈനിക നീക്കങ്ങളിലൊന്നായ ഓപ്പറേഷൻ എപിക് ഫ്യൂറി 2026 ഫെബ്രുവരിയിൽ ഇറാനെതിരെ ആരംഭിക്കുമ്പോൾ അമേരിക്കയും ഇസ്രയേലും ഉറച്ചു വിശ്വസിച്ചിരുന്നത് ഈ പറയുന്ന 2003 ഇറാഖിൽ നേടിയതുപോലെ ഒരു ദ്രുത വിജയം കൈവരിക്കാമെന്നാണ്. പക്ഷേ സദ്ദാം ഹുസൈന്റെ ഭരണകൂടത്തെ വെറും 26 ദിവസം കൊണ്ട് തകർത്തതുപോലെ ഇറാന്റെ ഉന്നത നേതൃത്വത്തെ വധിക്കുന്നതിലൂടെ ആ രാജ്യം മുട്ടുകുത്തുമെന്ന് അവർ കരുതി. എന്നാൽ അവിടെ സംഭവിച്ചത് വിപരീതമാണ്. അതായത് ആധുനിക യുദ്ധതന്ത്രങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് ഇറാൻ നടത്തിയ തിരിച്ചടി സൈനിക ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം പിന്നിൽ ഒരു മനുഷ്യന്റെ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. മേജർ ജനറൽ മുഹമ്മദ് അലി ജഫാരി ഈ ഫെബ്രുവരി 28 നടന്ന സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള ഉന്നത സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടു. ഇതോടെ ഇറാന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനം തകരുമെന്നും രാജ്യം കീഴടങ്ങുമെന്നുമാണ് ശത്രുക്കൾ കണക്കുകൂട്ടിയിരുന്നത്. എന്നാൽ ഈ നേതൃത്വത്തിന്റെ ശിരഛേദം നടന്നിട്ടും 2 ആഴ്ചയോളം ഇറാൻ സൈന്യം ഏകീകൃതമായിട്ടുള്ള രീതിയിൽ തിരിച്ചടി തുടരുകയാണ്. ഇതിനവരെ പ്രാപ്തരാക്കിയത് മുഹമ്മദ് അലി ജഫാരി വികസിപ്പിച്ചെടുത്ത വികേന്ദ്രീകൃതമായിട്ടുള്ള മൊസൈക്ക് പ്രതിരോധം എന്ന വിപ്ലവാത്മകമായിട്ടുള്ള യുദ്ധതന്ത്രമാണ്. സദ്ദാം ഹുസൈന്റെ പതനത്തിൽ നിന്ന് വലിയ പാഠങ്ങൾ ഉൾക്കൊണ്ട വ്യക്തിയായിരുന്നു ഈ ജഫാരി എന്ന് പറയുന്നത്. 2003 ഇറാഖി സേനകൾ നേരിട്ട പ്രധാന പ്രശ്നം അവരുടെ അതിശക്തമായിട്ടുള്ള കേന്ദ്രീകൃത കമാൻഡ് ഘടനയായിരുന്നു. ഈ സദ്ദാമിന്റെ ഉത്തരവില്ലാതെ ഒരു ചെറിയ നീക്കം പോലും നടത്താൻ കഴിയാതിരുന്ന ഇറാഖി സൈന്യം ഈ നേതൃത്വം ദുർബലമായതോടെ ഒന്നടങ്കം തകരുകയായിരുന്നു. തന്റെ രാജ്യം ഒരിക്കലും അത്തരം അവസ്ഥയിൽ എത്തരുതെന്ന് ഉറപ്പിച്ച ജഫാരി ഉന്നത കമാൻഡുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടാലും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സൈനിക വ്യവസ്ഥയ്ക്ക് ഇറാനിൽ രൂപം നൽകി. ഇറാഖ് യുദ്ധകാലത്തെ അനുഭവങ്ങളും ഇറാന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളും ജഫാരി തന്റെ സിദ്ധാന്തത്തിനായിട്ട് ഉപയോഗിച്ചു. ഇറാന്റെ പരുക്കൻ പർവ്വതനിരകളും വിശാലമായിട്ടുള്ള ഉൾപ്രദേശങ്ങളും ശത്രുക്കൾക്ക് കടന്നു കയറാൻ പ്രയാസമാണ്, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇതിനെ ചൂഷണം ചെയ്യുന്നതിനായിട്ട് അദ്ദേഹം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ്, അതായത് IRGC 31 അർദ്ധ സ്വയംഭരണ വിശ്വാസ കമാൻഡുകളുമായിട്ട് പുനർക്രമീകരിച്ചു. ഓരോ പ്രാവശ്യവും ഓരോ സ്വയം പര്യാപ്തമായിട്ടുള്ള സൈനിക ശക്തിയായിട്ട് മാറുകയും ചെയ്തു. ഇതാണ് മറ്റൊരു കരുത്ത് അദ്ദേഹത്തിന്റെ. ഈ ഒരു മൊസൈക്ക് സിദ്ധാന്തം അനുസരിച്ച് ഓരോ ഈ പ്രവിശ്യ കമാൻഡിനും സ്വന്തമായിട്ട് ആസ്ഥാനം, മിസൈൽ, ഡ്രോൺ, ആയുധശേഖരങ്ങൾ, ഇന്റലിജൻസ് വിഭാഗം, ഈ ബാസിറ്റ് മിലിഷ്യ യൂണിറ്റുകൾ എന്നിവയുണ്ട്. ഇറാനിലെ കേന്ദ്ര നേതൃത്വം തകർന്നാലും മുൻകൂട്ടി നിശ്ചയിച്ച പൊതു നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ശത്രുവിനെ ആക്രമിക്കാൻ ഈ ഒരു പ്രാദേശിക കമാൻഡർമാർക്ക് പൂർണ്ണ അധികാരമുണ്ട്. അതായത് ഇറാൻ ഒരു ഭരണകൂടം എന്ന നിലയിൽ തകർന്നാലും 31 സ്വതന്ത്ര യുദ്ധമുഖങ്ങളായിട്ട് അത് പോരാട്ടം തുടരുമെന്ന് ജഫാരി ഉറപ്പുവരുത്തി. 2026 യുദ്ധത്തിൽ ഈ ഒരു സിദ്ധാന്തം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു എന്നത് ലോകം കണ്ടു. ഉന്നത നേതൃത്വം കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇറാനിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ബഹ്റൈൻ, ഖത്തർ, UAE എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചു. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ചില രാജ്യങ്ങളോട് നയതന്ത്രപരമായിട്ടുള്ള ക്ഷമാപണം നടത്തിയെങ്കിലും സൈനിക യൂണിറ്റുകൾ തങ്ങളുടെ മുൻകൂട്ടി നിശ്ചയിച്ച ദൗത്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല, മറിച്ച് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഓട്ടോ പൈലറ്റ് മോഡിലാണ് ഇവർ ഈ ഒരു സൈന്യം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ജനറൽ മുഹമ്മദ് അലി ജഫാരിയുടെ സൈനിക ജീവിതം 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് ആരംഭിക്കുന്നത്. 1980കളിലെ ഇറാഖ് യുദ്ധത്തിൽ പോരാടി വളർന്ന അദ്ദേഹം 1992 IRGC ഗ്രൗണ്ട് ഫോഴ്സിന്റെ കമാൻഡറായി. 2005 ഈ സ്ട്രാറ്റജിക് സ്റ്റഡീസിന്റെ ചുമതല ലഭിച്ചതോടെ അമേരിക്കൻ അധിനിവേശത്തെ നേരിടാനുള്ള മൊസൈക്ക് പ്രതിരോധം അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തു. ഈ 2007 മുതൽ 2019 വരെ നോക്കുകയാണെങ്കിൽ IRGC കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന അദ്ദേഹം സിദ്ധാന്തം രാജ്യമെമ്പാടും ഈ നടപ്പിലാക്കുകയും ചെയ്തു. അതായത് ശക്തമായിട്ടുള്ള ഒരു ശത്രുസേനയെ തകർക്കാൻ കഴിയാത്ത തരത്തിൽ യുദ്ധം ദീർഘിപ്പിക്കുക എന്നതായിരുന്നു ഈ ജഫാരിയുടെ തന്ത്രത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. ഇനി ഇറാഖിനെ പോലെ കീഴടങ്ങാൻ ഇറാൻ തയ്യാറല്ല. പകരം ഓരോ പ്രവിശ്യയും ഓരോ പ്രതിരോധ കോട്ടകളായിട്ട് മാറുന്നു. ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ ചെലവേറിയതും അവസാനമില്ലാത്തതുമായിട്ടുള്ള പോരാട്ടമായിട്ട് മാറുന്നു. ഈ മൊസൈക്ക് സിദ്ധാന്തം ഇറാനെ ഒരു വിജയിയാക്കിയേക്കില്ല, പക്ഷെ
അതൊരു ഇറാന്റെ പരാജയം അസാധ്യമാക്കുന്നു എന്നതാണ് സൈനിക വിദഗ്ധരുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. എന്തായാലും ഇറാന്റെ ഈ ഒരു വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കിയതുപോലെ നമ്മുടെ തലസ്ഥാനത്തെ ബോംബാക്രമണങ്ങൾ യുദ്ധം നടത്താനുള്ള നമ്മുടെ കഴിവിനെ ബാധിക്കില്ല. ഈ ഒരു വികേന്ദ്രീകൃത പ്രതിരോധ യുദ്ധം എപ്പോൾ അവസാനിക്കണമെന്ന് തീരുമാനിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. നേതൃത്വം ഇല്ലാതിരുന്നിട്ടും ഇറാൻ നടത്തുന്ന ഈ ഒരു ധ്രുവത്വം സുസ്ഥിരമായിട്ടുള്ള പ്രതികരണവും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ദ്രുത വിജയങ്ങളെ അല്ലെങ്കിൽ പ്രതീക്ഷകളെ തകർത്തിരിക്കുകയാണ്. ബാസിജ് മിലിഷ്യ IRGCയുമായിട്ട് സംയോജിച്ച് ജവാരിയുടെ നീക്കം ആഭ്യന്തര സുരക്ഷയും ഗർല യുദ്ധമുറകളും ഒരേ സമയം സാധ്യമാക്കി. മിസൈലുകൾക്കും ഡ്രോണുകൾക്കും പുറമെ കടലിൽ അതിവേഗ ആക്രമണം നടത്തുന്ന നാവിക ഫ്ലോട്ടുകളിലെല്ലാം തന്നെ ഈ ഒരു സ്വതന്ത്ര കമാൻഡറുകളുടെ ഒരു ഭാഗമാക്കിയിട്ടുണ്ട്. ഇത് ഹോർമുസ് കടലിടുക്ക് മുതൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ വരെ നീളുന്ന ഒരു വലിയ യുദ്ധമേഖലയെ സജീവമായിട്ട് നിലനിർത്താൻ ഇറാനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സൈനിക ചരിത്രത്തിലെ ഓഫ് ട്രാക്ക് സ്റ്റാറ്റിക് സിദ്ധാന്തത്തിന് സമാനമാണ് ഈ ജഫാരിയുടെ രീതി എന്ന് പറയുന്നത്. അതായത് കിഴക്ക് ഉദ്യോഗസ്ഥർക്ക് ലക്ഷ്യങ്ങൾ മുൻകൂട്ടി നൽകുകയും അതെങ്ങനെ പൂർത്തിയാക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. ഇതോടെ കേന്ദ്ര നേതൃത്വത്തെ ഇല്ലാതാക്കി യുദ്ധം ജയിക്കാമെന്ന ശത്രുവിന്റെ ചിന്ത പാടെ പരാജയപ്പെടുത്തുന്നു. ഇറാൻ ഇന്നും പോരാടുന്നത് ജഫാരി വർഷങ്ങൾക്ക് മുമ്പ് വരച്ചു ചേർത്ത ആ തന്ത്രപരമായിട്ടുള്ള പാതയിലൂടെയാണ്. ഇനി ഇസ്രയേലും അമേരിക്കയും ഈ ഒരു യുദ്ധം ഇപ്പോൾ ഒരു കെണിയായിട്ട് മാറിയിരിക്കുകയാണ് അവർക്ക്. കാരണം ആദ്യമേ ചിന്തിച്ചതുപോലെയും പ്രവർത്തിച്ചതുപോലെയും പ്ലാൻ ചെയ്തതുപോലെയും അവരുടെ കയ്യിൽ ഈ ഒരു യുദ്ധം നിന്നില്ല. അതുപോലെ തന്നെ മാറിയിരിക്കുന്നു ഈ യുദ്ധത്തിന്റെ ഘട്ടം എന്ന് പറയുന്നത്. എന്തായാലും ഇറാന്റെ ഉന്നത നേതൃത്വത്തെ ഇല്ലാതാക്കിയിട്ടും താഴെത്തട്ടിലുള്ള സൈനിക യൂണിറ്റുകൾ കൂടുതൽ വീര്യത്തോടെ തിരിച്ചടിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ ശുദ്ധീകരണശാലകളും ഈ വിമാനത്താവളങ്ങളും നിരന്തരമായി ആക്രമിക്കപ്പെടുന്നത് ആഗോള വിപണിയെ തന്നെ തകിടം മറിച്ചിരിക്കുകയാണ്. ഇത് ഇറാന്റെ സൈനിക നയതന്ത്രയുടെ അല്ലെങ്കിൽ അത്യുജ്വലമായിട്ടുള്ള ഒരു വിജയമായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്, ഇറാന്റെ കരുത്തിനെ പറ്റിയാണ്. അത് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ ചുരുക്കത്തിൽ ഈ മുഹമ്മദ് അലി ജഫാരി എന്ന സൈനിക നയതന്ത്രജ്ഞൻ നിർമ്മിച്ചത് തകർക്കാൻ കഴിയാത്തൊരു പ്രതിരോധ കോട്ടയാണ്. അതിന് എത്ര ശ്രമിച്ചാലും അതിനെ തകർക്കാൻ കഴിയില്ല. അതുപോലെയാണ് ആ ഒരു പ്രതിരോധ കോട്ട അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഇറാഖിൽ കണ്ടതുപോലെ ഒരു തകർച്ച ഇറാനിൽ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തുകയാണ്. കാരണം യുദ്ധം കണ്ട് പഴക്കം ചെന്ന ഒരാൾ കൂടിയാണത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ സൈനിക നേതൃത്വത്തെ കൊല്ലാം, പക്ഷേ ഈ വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്രതിരോധ സിദ്ധാന്തത്തെ തോൽപ്പിക്കാനാവില്ല എന്ന വലിയ പാഠമാണ് 2026 ഈ റമദാൻ യുദ്ധം ലോകത്തിന് നൽകുന്നത്. ഇറാൻ എന്ന ജലസാമാന്യമായിട്ടുള്ള സഹിഷ്ണുത ശത്രുക്കളെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഇന്നും തുടരുകയാണ്. ഇതെല്ലാം നടക്കുമ്പോൾ ഇറാന്റെ ഒരു പുതിയ പരമോന്നത നേതാവായി ചുമതലയേറ്റ മുജ്തബ കബേനി അമേരിക്കയ്ക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായിട്ട് രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. നോക്കിക്കേ എത്രത്തോളമാണ് ഇറാന്റെ കരുത്ത് ഘട്ടം ഘട്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. കാരണം മുജ്തബ കബേനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹം ചുമതല ഏറ്റതിനു ശേഷം ഇറാനിൽ നിന്ന് പിന്നീട് കണ്ടുവരുന്ന യുദ്ധത്തിന്റെ രീതികൾ വളരെ വ്യത്യസ്തമാണ്. യുദ്ധം കടുപ്പിക്കുന്ന രീതിയെ കടുത്ത നിലപാടെടുക്കുന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടു. അതായത് യുദ്ധത്തിൽ നിന്ന് പിന്മാറാത്ത ഇറാനെയാണ് കാണാൻ സാധിക്കുന്നത്. യുദ്ധത്തിൽ തോൽപ്പിക്കാം, വിജയം പിടിക്കാം, അല്ലെങ്കിൽ മൊത്തത്തിൽ പിടിച്ചടക്കാം എന്ന് കരുതി അമേരിക്കയ്ക്ക് മുന്നിൽ ഇറാന്റെ കരുത്ത് ഇപ്പോൾ നിൽക്കുന്നത് അങ്ങേയറ്റം മുകളിലാണ്. കാരണം ലോക ശക്തി എന്ന കിരീടം എടുത്ത് തലയിൽ വെച്ചിട്ട് പൊള്ളത്തരം പറഞ്ഞ ട്രംപിന് ഇതിൽ പരം ഒരു തിരിച്ചടി ഇല്ല എന്ന് പറയാം. കാരണം ഈ ഒരു യുദ്ധം ചെറിയൊരു തോതിൽ നടത്തിക്കൊണ്ട് എല്ലാം പിടിച്ചടക്കാം, അല്ലെങ്കിൽ അയൽഡോമും ഈ പേട്രിയറ്റ് പോലുള്ള പ്രതിരോധ സംവിധാനങ്ങളൊക്കെ വിട്ട് ഇറാനെ ഒപ്പം ചേർക്കാം, അല്ലെങ്കിൽ അവിടെ ഒരു ഭരണം കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഈ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പല രാജ്യങ്ങളിലെ സമ്മർദ്ദത്തിലും അമേരിക്ക ഇപ്പോൾ ആകെ പുല്ലാപ്പ് പിടിച്ച പോലെയായി. കാരണം എണ്ണ, അതുപോലെ തന്നെ ഈ പറയുന്ന വാതക പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുക. എന്തായാലും മേഖലയിലെ ഈ അമേരിക്കൻ സൈനിക താവളങ്ങൾ എത്രയും വേഗം അടച്ചുപൂട്ടണമെന്നും അല്ലാത്ത പക്ഷ ആക്രമണം തുടരുമെന്നുമാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഔദ്യോഗിക പ്രസ്താവനയിലുള്ളത്. അതിനു മുന്നേ തന്നെ ഒരു കാര്യം പറഞ്ഞ്, ഇത്രയൊക്കെ യുദ്ധമായ സ്ഥിതിക്ക് ഈ പറയുന്ന മുജ്തബ ഒരു തീരുമാനം എടുത്തിരുന്നു. അത് വളരെ ഒരു നിർണായകമായിട്ടുള്ള തീരുമാനമായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ ഈ കരാറുകളെല്ലാം പിൻവലിക്കുന്നു. ഇനി കരാറൊന്നുമില്ല, ഈ കരാറിന്റെ ആവശ്യമൊന്നുമില്ല, അത്തരം കാര്യങ്ങൾ ഇനി മറന്നേക്ക് എന്നുള്ള രീതിയിലേക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. ഇപ്പം അമേരിക്കയുടെ ഈ സൈനിക കേന്ദ്രങ്ങൾ
അടച്ചു പൂട്ടണം എന്നുള്ളൊരു രീതിയിലേക്ക് ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. എന്തായാലും അലി ഖമേനിയുടെ വധത്തിന് ശേഷം സ്ഥാനമേറ്റ മുജ്തബയുടെ ഈ ഒരു നീക്കം സംഘർഷം കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതെല്ലാം നടക്കുമ്പോൾ യുദ്ധമുഖത്ത് ആക്രമണം ശക്തമാക്കാൻ തന്നെയാണ് ഇസ്രായേലിന്റെ തീരുമാനം എന്ന് പറയുന്നത്. ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാൻ ലക്ഷ്യമിട്ട് പുതിയ വ്യോമാക്രമണങ്ങൾക്ക് ഇസ്രായേൽ സൈന്യം തയ്യാറെടുക്കുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഇരു ഭാഗത്തു നിന്നും പ്രത്യാക്രമണങ്ങൾ തുടരുന്നതിനിടെ പശ്ചിമേഷ്യ വലിയ രീതിയിലുള്ള യുദ്ധഭീതിയിലാണ്. അവിടെ അഗ്നി കനലുകൾ ആളിക്കത്തുകയാണ്. കാരണം ഇറാനെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് കടക്കുക അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുക എന്നതാണ്. കാരണം ഇനിയിപ്പം പഴയതുപോലെ തന്നെ വലിയ അയവൊന്നും ഇല്ലാത്തൊരു ഇറാനെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ പറയുന്നത് പോലെ തന്നെ മുജ്തബ അധികാര സ്ഥാനം ഏറ്റതിന് ശേഷം പിന്നീടുണ്ടായിട്ടുള്ള ഈ പ്രത്യാക്രമണങ്ങൾ എന്ന് പറയുന്നത് വളരെ കടുപ്പിച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് ഈ ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിയിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ലോകരാജ്യങ്ങളിൽ എത്രത്തോളം അത് ബാധിച്ചു എന്നുള്ളത് നമ്മുടെ ഇന്ന് ഈ കേരളത്തിലും അത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വാണിജ്യവാതകം എങ്ങും കിട്ടുന്നില്ല, ഗ്യാസിന്റെ പ്രതിസന്ധി എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. അവിടെ നടക്കുന്ന യുദ്ധത്തിന്റെ പേരിൽ ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി വരുമ്പോൾ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതൊക്കെ രീതിയിലായിരിക്കും അതിന്റെ ഒരു തിരിച്ചടി എന്നുള്ളത്. എന്തായാലും ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഈ നിരീക്ഷകരെല്ലാം ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം യുദ്ധം അവസാനിപ്പിക്കുന്നത് എന്തായാലും ഇറാനാന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇറാൻ ഇത് തുടങ്ങി അല്ലെങ്കിൽ ഇനി തിരിച്ചടി അമേരിക്ക വീണ്ടും അടിച്ച് യുദ്ധം എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതൊക്കെ നോക്കിയിരുന്ന് കാണേണ്ടതാണ്.